ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എന്തൊരു ശക്തമായ വചനമാണെന്നറിയാവോ? ആരെയാണ് ദൈവം അനുഗ്രഹിക്കുക, കടാക്ഷിക്കുക? 1, ആത്മാവിൽ എളിമയുണ്ടാകുക. 2, അനുതാപം ഉണ്ടാകുക. 3, ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കാൻ കഴിയുക. എന്താണ് ആത്മാവിലെ എളിമ? അത് ഭൗതികതയുടെ എളിമയല്ല, മറിച്ച് കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിൽ നിസ്സഹായനാണെന്നുള്ള ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവാണ്. അനുതാപം അത് പാപബോധമാണ്. വിശ്വാസമുള്ളവനെ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുള്ളൂ. ആ പാപമാണ് ഒരു മനുഷ്യനെ അനുതാപത്തിലേക്ക് നയിക്കുക. 3, ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്നെ ഓർത്ത് മരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ദൈവവചനത്തിൻ്റെ വിറയൽ. എൻ്റെ ഈശോയെ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീ എനിക്ക് വേണ്ടി മരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ്. ഈ 3 അറിവ് ലഭിച്ചാൽ ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് കുറെ കൂടിയൊക്കെ ആത്മാവിൽ എളിമയുണ്ടാകട്ടെ, പാപബോധം ഉണ്ടാകട്ടെ, വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപയുണ്ടാകട്ടെ. അപ്പോൾ ഈ കാൽവരി യാത്ര നമുക്കും ഒരു അനുഗ്രഹമായി മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.